ഒരു വർഗീയ പരീക്ഷണശാലയായിട്ടാണ് അവരിതിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ കോൺഗ്രസ് എന്ന് വിളിക്കും, മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന് വിളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങോട്ട് കയറി ഓടിക്കൂ, നമുക്ക് ഒന്നിച്ച് ഇന്ത്യയിൽ വണ്ടി ഓടിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. വരുമെന്ന് ഉദ്ദേശിച്ചല്ല, വരില്ലെന്നും അറിയാം. ഇത് സ്വയം പോയി നശിക്കുമെന്നാണ് നരേന്ദ്രമോദി തന്നെ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പണക്കാട് ശിഹാബ്ദങ്ങളുടെ വീട്ടിലാണ്, പണക്കാട് വീട്ടിലാണ് എന്നുള്ള ഒരു ധ്വനി വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളെ മാക്സിമം കൂടെ നിർത്താൻ കഴിയും, പക്ഷേ മറ്റ് സമുദായക്കാരെ മാക്സിമം ഉറപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ അനന്തര ഫലമായിട്ട് വരാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമോ? ഒപ്പം BJPക്ക് ഇത് എത്രത്തോളം ഉണർവ് പകരും പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പോയാലും അവിടെ വലിയൊരു ഉണർവുണ്ടാകും, ഉത്സാഹമുണ്ടാകും, പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും. അത് വാരി വിതറിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സംസാരിച്ചതും. തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു അങ്ങേക്ക് ഈ സന്ദർശനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം? ഇതിൽ അദ്ദേഹം വളരെ കണക്ക് കൂട്ടി 2026 തെരഞ്ഞെടുപ്പിനെ, അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കൂടെ കണ്ടുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് വികസനം പറഞ്ഞുകൊണ്ടാണെങ്കിൽ, രണ്ടാമത്തേതിൽ രാഷ്ട്രീയമായി കേരളം നേരിടുന്ന പാപ്പരത്വം പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് വികസനത്തിൻ്റെ പാപ്പരത്വം കേരളത്തിലുണ്ട്, രണ്ടാമത്തേത് രാഷ്ട്രീയ പാപ്പരത്വവും. ഇത് രണ്ടും മാറണമെങ്കിൽ NDA വരണം, വികസനം മുഖ്യ വിഷയമായൊരു സർക്കാർ വരണം. അതിനുള്ളൊരു മോദി ഗ്യാരണ്ടി കൂടെ പറഞ്ഞാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഒന്ന് ശബരിമല വിഷയം. അതെ, ശബരിമല വിഷയത്തിൽ അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് സംസാരിച്ചത്. അതിലാണ് അദ്ദേഹം മോദി ഗ്യാരണ്ടി ഇട്ടത്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയവരെ അഴിക്കുള്ളിലാക്കും, ഇത് മോദി ഗ്യാരണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം, അതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് LDF UDF സർക്കാരുകൾ മാറി മാറി വരുന്നതാണ്. ഇവർ രണ്ടുപേരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ അഴിമതി നടത്തുന്നു, നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നു, വികസനത്തിനെതിരായിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ വർഗീയതയുടെ കൂത്തരങ്ങായും നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം പ്രധാനമായിട്ടും ആരോപിച്ചത്. LDFും അങ്ങനെ തന്നെയാണ്, UDFും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവരെ മാറി മാറി അധികാരത്തിലേറ്റി കേരളത്തിലെ ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ വികസനം അവതാളത്തിലായിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുന്ന രീതിയിലാണ് ഇപ്പം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അത് അത് എങ്ങനെയാണോ ഗുജറാത്തിൽ 1987 തോറ്റു നിന്ന BJP 87 ആദ്യമായിട്ട് അഹമ്മദാബാദ് നഗരസഭ പിടിച്ചടക്കി. പിന്നീട് അങ്ങോട്ട് വിജയമായിരുന്നു. സംസ്ഥാനം തുടർച്ചയായി പാർട്ടി വിജയിക്കുന്ന രീതിയിൽ വന്നു. അതൊരു സൂചനയാണ്, ചുണ്ടുപലകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ നോക്കുമ്പോൾ ലീഗിനേക്കാൾ വർഗീയമാണ് കോൺഗ്രസ്, മാവോവാദികളെക്കാൾ തീവ്രമാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെതിരെ അദ്ദേഹം ശക്തമായി അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ കോൺഗ്രസ് നടത്തുന്ന ഒരു വലിയ പരീക്ഷണശാലയാണ് കേരളം. ഒരു വർഗീയ പരീക്ഷണശാലയായിട്ടാണ് അവരിതിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ കോൺഗ്രസ് എന്ന് വിളിക്കും, മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന് വിളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവർ വർഗീയതയുടെ അടിവേരുകൾ തേടി എടുത്ത് അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് വളരാൻ ശ്രമിക്കുന്ന പാർട്ടിയാണെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ജമാഅത്തെ ഇസ്ലാമുമായിട്ട് കൂട്ടുകൂടുന്നു, ഹമാസുമായിട്ട് വെളിയിൽ ബന്ധം വയ്ക്കുന്നു. ഈ വിധത്തിലുള്ള പ്രവർത്തനം വഴി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സൂചനയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ബ്രദർഹുഡ് ഏറ്റവും വലിയ ഒരു തീവ്രമായ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. ആ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ട് ജമാഅത്തേക്ക്. ആ ജമാഅത്തേക്ക് ഇവരുമായി ബന്ധമുണ്ട്, UDFുമായി ബന്ധമുണ്ട്, കോൺഗ്രസുമായി ബന്ധമുണ്ട്, ലീഗുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം പ്രധാനമായും വരുന്നത്. ഇത് ജനങ്ങളുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കാൻ ഉതകുന്നതാണ് ഈ വർഗീയ പരാമർശങ്ങൾ? അതായത് കോൺഗ്രസ് വർഗീയമാണ്, കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, ഭൂരിപക്ഷത്തെ
അവഗണിക്കുന്നു. ഈ ഒരു സന്ദേശമാണ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അതെ അതെ, ഇത് 2026 ഇലക്ഷനിൽ വളരെ ശക്തമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് LDF കൂടെ ഇതേ മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, മുസ്ലിം ലീഗിനെ അവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഇത് കേരളത്തിൽ മുമ്പ് ഉണ്ടാകാത്തൊരു കാര്യമാണ്. മുസ്ലിം ലീഗിനെ ആരാക്രമിച്ചാലും ഉടനെ തന്നെ അവരത് ന്യൂനപക്ഷ പീഡനമായിട്ടും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതായിട്ടും അവരെ വർഗീയവാദികളാക്കുന്നതായിട്ടും ദേശവിരുദ്ധരായിട്ട് ചിത്രീകരിക്കുന്നതായിരിക്കും, പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിക്കുന്നതായിട്ടും ഒക്കെ അവർ ഉടനെ തന്നെ ബഹളം വെച്ചുകൊണ്ട് മുന്നോട്ട് വരികയും തളർത്താൻ ശ്രമിക്കുകയും അവരുടെ എല്ലാം വായടപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ തോറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പല പ്രാവശ്യം ആവർത്തിച്ച് ജനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഇതൊരു അടവ് തന്ത്രമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിം ലീഗിനെക്കുറിച്ച്, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ വർഗീയ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളതിനെക്കുറിച്ച് പോലും പറയുമ്പോൾ അവർ പറയുന്നത് അത് തികച്ചും വിരുദ്ധമാണ്, തെറ്റാണ്, ഞങ്ങൾ അത്തരത്തിലല്ല, ഇത് പറയാൻ ശ്രമിക്കുന്ന നിങ്ങളാണ് വലിയ കുറ്റക്കാർ, നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ അഴിക്കുള്ളിലാക്കേണ്ടതാണ്, കേസ് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു മുസ്ലിം ലീഗിനെയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവർ വളരെ ഡിഫൻസിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു, ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഓക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയാകും, ഇത് എത്രത്തോളം വോട്ടാകും? ഇത് വോട്ടാകുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഉള്ളൊരു പോളറൈസേഷനിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കേരളം അങ്ങനെ ഒരു പോളറൈസേഷനിലേക്കാണ് തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മൂന്ന് മുന്നണികളും ഇതേ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും. കാരണം വർഗീയതയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് LDF ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ശ്രീ ബാലൻ വഴിയും അത് കഴിഞ്ഞ് മന്ത്രി നമ്മുടെ സാംസ്കാരിക മന്ത്രി വഴിയുമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഏതാണ്ട് സാധൂകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി വന്നിട്ട് തൻ്റെ മുഖ്യ പ്രസംഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചത്. കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു പരീക്ഷണശാലയായിട്ട് കേരളത്തിനെ കാണുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ പോകുന്ന ഒരു ജമാഅത്തെ ബന്ധത്തിൻ്റെ ഒരു തുടക്കം കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷവും ഇത് വലിയ രീതിയിൽ ഭയപ്പെടുന്നു, ആശങ്കപ്പെടുന്നു എന്ന് വേണം കരുതാൻ. സജി ചെറിയാൻ്റെ വാക്കുകൾ അതാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, കാസർഗോഡ് മുതൽ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേര് നോക്കുക. അപ്പോൾ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജാതിയിലുള്ളവരെ അധിക്ഷേപിക്കുന്നു എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. അത് വർഗീയ പരാമർശം എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം അതിനുശേഷം അത് തിരുത്തിക്കാൻ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അത് പിൻവലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, പാർട്ടി അതായത് CPM ആ രീതിയിലുള്ള പ്രചാരണത്തിന് ലൈസൻസ് കൊടുക്കുകയാണ്, കണ്ണടച്ച്. ഇല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് കടമെടുത്താൽ 20 വർഷം ത്രിപുര ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ത്രിപുരയിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. 35 വർഷത്തിലധികം ബംഗാൾ ഭരിച്ച CPM ഇന്ന് ബംഗാളിൽ ഒന്നുമല്ലാതായിരിക്കുന്നു. ഇതേ അവസ്ഥ കേരളത്തിലും LDFന് വരാൻ പോവുകയാണ്. ഇതിൻ്റെ നേട്ടം NDAക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. NDA ഒരു പ്രധാന കക്ഷിയായി, മുന്നണിയായി ഉദയം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതേ ഭയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുമുണ്ട്. കാരണം ഞങ്ങൾ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ഇത്തവണ ബംഗാൾ ആവർത്തിച്ചാൽ നമുക്ക് പിന്നെ ഉയരാനുള്ള ചാൻസ് ഇവിടെ നഷ്ടപ്പെടും. അതിന് മുമ്പായിട്ട് നമ്മുടെ തറ ബലപ്പെടുത്തി പിടിച്ചു നിർത്തണം. ആ ബലപ്പെടുത്തണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ ആവശ്യത്തിന് കിട്ടണം. ഇതുവരെ പറയാത്ത ചില സത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെ തന്നെ തുറന്നു പറയണം എന്നുള്ള അവരുടെ ആഗ്രഹവും കൂടെയാണ് അവർ ഇപ്പോൾ. അതായത് ഒരേ വിഷയത്തെ രണ്ട് ചേരിയിൽ നിന്നും അംഗീകരിക്കുന്നു, ഇടതും NDAയും, അല്ലേ? അതെ അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്രത്തോളം ഉചിതമാണെന്നറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അറ്റവാലയുടെ ആ ഒരു പരാമർശത്തെ പിണറായി വിജയനെയും മറ്റുമൊക്കെ തന്നെ NDAയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിനെ എത്രത്തോളം അതിനെ ഒരു കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ സാധിക്കുന്ന ഒന്നായി കാണുന്നു? അല്ല, അത് അതിനിപ്പോൾ കോമൺ സെൻസ് വേറൊന്നുമില്ല. നിങ്ങളും ഞങ്ങളുടെ ലൈനിൽ ചിന്തിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ വെറുതെ അപ്പുറത്ത് പോയി നിൽക്കുന്നത് എന്തിനും ഇപ്പുറത്ത് വന്നുകൂടെ എന്നുള്ളതാണ്. ഇതിന് വരിയില്ലെന്നറിയാം, പക്ഷേ തോട്ട്സ് സെയിം ആയി എന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ബുദ്ധിയില്ലാതെ അതായത് ഞങ്ങൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന പാതയിൽ
ഇന്ന് CPM ഇതായി എത്തിയിരിക്കുന്നത് വളരെ വൈകി. ഇനിയിപ്പോൾ അപ്പുറത്ത് പാരലായിട്ട് ഓടണ്ട, ഇങ്ങോട്ട് കയറി ഓടിക്കൂ, നമുക്ക് ഒന്നിച്ച് NDAയിൽ വണ്ടി ഓടിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. വരുമെന്ന് ഉദ്ദേശിച്ചല്ല, വരില്ലെന്നും അറിയാം. ഇത് സ്വയം പോയി നശിക്കുമെന്നാണ് നരേന്ദ്രമോദി തന്നെ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയുടെ അഭിപ്രായത്തിൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ പല ചർച്ചകളിലും പലരും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തും പറയുന്നുണ്ട്, ഈ തിരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്ന വേളയിലാണ് അത് പറഞ്ഞത്. അതായത് UDF സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം ആദ്യമായി വന്ന വേളയിൽ പറയുന്നത് ഇതാണ്: ലീഗ് അനാവശ്യമായി സംസാരിക്കരുത്, ധൃതി കാണിക്കരുത്, ഡിമാൻഡുകൾ കൂട്ടിക്കൊണ്ടിരിക്കരുത്, വർഗീയ പരാമർശങ്ങൾ നടത്തരുത്. പ്രത്യേകിച്ച് പറഞ്ഞത് നമ്മുടെ KM ഷാജി പോലുള്ളവരുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ നമുക്കറിയാമല്ലോ. മതമാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വളരെ അഗ്രസീവായിട്ട് ആ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ ഈ രീതിയിൽ സംസാരിക്കുന്നത് തുടർന്നാൽ, പഴയ രീതിയിൽ 5-ാം മന്ത്രി പോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയാൽ, മറുവിഭാഗം, അതായത് ഭൂരിപക്ഷ സമുദായങ്ങൾ സംശയത്തോടെ കാണുകയും UDF-നെതിരാകുകയും ചെയ്യും എന്ന ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ആ നിരീക്ഷണം വളരെ കറക്റ്റാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ വലിയ ഡിമാൻഡുകളൊക്കെ രഹസ്യമായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും, സീറ്റ് കൂടുതൽ വേണമെന്നൊക്കെ ഉള്ളത് വളരെ രഹസ്യമായി തന്ത്രപരമായിട്ട് പറയുകയും സീറ്റ് കൈമാറലും ഒക്കെ നടത്തുകയൊക്കെ ചെയ്ത് പോകുന്നെങ്കിലും, ഒരു ഹൈക്കമാൻഡ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പണക്കാട് ശിഹാബ്ദങ്ങളുടെ വീട്ടിലാണ്, പണക്കാട് വീട്ടിലാണ് എന്നുള്ള ഒരു ധ്വനി വന്നിരിക്കുകയാണ്. അങ്ങനെ അത് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെ അങ്ങനെ ഒരു നിരീക്ഷണത്തോട് അങ്ങ് യോജിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാമല്ലോ, മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ പാലായിലിരിക്കുന്ന മാണി സി കാപ്പൻ തൻ്റെ സീറ്റ് അവിടെ ഉറപ്പിക്കുന്നതിനായിട്ട് ഓടിയത് KPCC ഓഫീസിലേക്കല്ല, ഇന്ദിരാഭവനിലേക്കല്ല. അദ്ദേഹം ഓടിയത് പണക്കാട് തങ്ങളുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് കണ്ടത്. എന്നിട്ട് എൻ്റെ സീറ്റ് ഉറപ്പിക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് UDF-ൻ്റെ കൺവീനറെയോ അല്ലെങ്കിൽ UDF-ൻ്റെ ചെയർമാനെയോ അല്ല കാണേണ്ടത്. പ്രശ്നങ്ങൾ UDF-ലുണ്ടെങ്കിൽ കാണേണ്ടത് മലപ്പുറത്ത് പോയി മുസ്ലിം ലീഗിനെ ആണ് എന്നുള്ളത് അവർ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ചർച്ചയിൽ ആദ്യത്തെ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് വന്നത്, അതായത് വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ, അത് LDF-ഉം ഒരേ രീതിയിൽ പോകുന്നു, NDA-യും ഒരേ രീതിയിൽ പോകുന്നു. ആ വിഷയത്തിൽ ഡിഫൻസിന് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന UDF-നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ബാക്കിയുള്ളവരൊക്കെ തന്നെ വർഗീയത പറയുന്നു, സമുദായ നേതാക്കൾ വർഗീയത പറയുന്നു. അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുവാനായി UDF നിലകൊള്ളുന്നതും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ഇതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാണ് കാറ്റ് മാറി തിരിഞ്ഞും വീശുന്നത് എന്ന്, ആർക്ക് അനുകൂലമാകുമെന്നും അറിയില്ല. എങ്കിലും ചോദിക്കുകയാണ്, ഇത്രയും നാളത്തെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച ഇത്തരത്തിൽ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് UDF-ൻ്റെ സാധ്യതകൾ എത്രത്തോളം ബാധിക്കും? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് 30 സീറ്റുകളുടെയൊക്കെ തന്നെ നേരിയ വ്യത്യാസം. ഇത് എത്രത്തോളം തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് മാറുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇത് കോൺഗ്രസ്സിന് വീണ്ടും ന്യൂനപക്ഷ ഫോക്കസിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോക്കറ്റിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വരും. കാരണം LDF-ഉം NDA-യും ഒരുപോലെ ഈ അറ്റാക്ക് തുറന്നുകൊണ്ടിരുന്നാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് വർഗീയം പറയുന്നത് LDF പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് മുഴുവൻ ലീഗിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ലീഗിൻ്റെ അതേ തന്ത്രം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതായത് ഞങ്ങളെ അറ്റാക്ക് ചെയ്താൽ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശൈലി. അപ്പോൾ അതായത് പറയാതെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം മതമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. മതമാണ് ഞങ്ങൾ എന്ന് പറയുന്നതിന് പുറമെ ഇപ്പോൾ അവരുടെ പ്രവൃത്തിയിൽ കൂടെ അവരങ്ങനെ തെളിയിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം മതം എന്നതാണ് എന്ന് അവർ സ്ഥാപിക്കുകയാണ്. ഈ വർഗീയവാദം പറയുന്നു, വെള്ളാപ്പള്ളി വർഗീയവാദം പറയുന്നു, അല്ലെങ്കിൽ ബാലൻ സഖാവ് വർഗീയവാദം പറയുന്നു, അല്ലെങ്കിൽ സജി ചെറിയാൻ വർഗീയവാദം പറയുന്നു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസ് പാടുന്നത്. അതെ, ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം അങ്ങിപ്പോൾ പറഞ്ഞു, എങ്കിലും ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, AK ബാലൻ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞത് ലീഗ് എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്, മുസ്ലിങ്ങൾക്കെതിരല്ല, ലീഗിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഇന്നും ഇന്നലെയും മെനിയാന്നുമൊക്കെയായി നടന്ന പല നിരീക്ഷണങ്ങൾ, ചർച്ചകൾ, അവയിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ പോലും പറയുന്നത് വർഗീയ വിഷം വമിപ്പിക്കുന്ന പരാമർശങ്ങൾ എന്ന തരത്തിലാണ് പോയത്. മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു,
ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന നേതാക്കൾ, സമുദായ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ഈ വാക്കുകളൊക്കെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇനിയിപ്പോൾ എനിക്ക് ആ രീതിയിലുള്ള പരാമർശങ്ങളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം ലീഗിന് മുസ്ലിങ്ങളെ മാക്സിമം കൂടെ നിർത്താൻ കഴിയും. പക്ഷേ മറ്റ് സമുദായക്കാരെ മാക്സിമം ഉറപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ അനന്തര ഫലമായിട്ട് വരാൻ. യെസ്, ആ ഒരു വിഷയം ഉണ്ട്. അതാണ് അടുത്ത ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യത വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇതാണ് UDF ഏറ്റവും വലിയ ചലഞ്ച്. യെസ്, ഈ ഒരു ചലഞ്ച്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പുറമെ പറയുന്നു. അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ അത് ആര് ക്യാപിറ്റലൈസ് ചെയ്യുന്നുള്ളതും മറ്റൊരു വിഷയമാണ്. എങ്കിലും ഇന്ന് മോദി വന്നു, ഉറപ്പുകൾ കൊടുക്കുന്നു, സംസാരിക്കുന്നു, വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആൾക്കാരെ കയ്യിലെടുക്കുന്ന തരത്തിൽ ഉറപ്പുകൾ കൊടുക്കുന്നു. വളരെ ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള അവതരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്, സംസാരമായിരുന്നു, സംഭാഷണമായിരുന്നു, പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇനിയും അദ്ദേഹം ശ്രമിക്കും, വരും. മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ തന്നെ കേരളത്തിലേക്ക് ഇനിയും വരും തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എനിക്ക് തോന്നുന്നു തമിഴ്നാടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്നു. കേരളത്തിലെ 40 സീറ്റ് എ ക്ലാസ് സീറ്റുകൾ 40 എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് NDA ഉദ്ദേശിക്കുന്നത്. 140 എന്നുള്ളത് വെട്ടിമാറ്റിയിട്ട് 40 മതി. 40-ൽ ഫോക്കസ് ചെയ്യുക. 140-ൽ ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നു. 2020 പോലുള്ളവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതിലേക്കാണ് ഞാൻ പല സംഘടനകളും ഇതിങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്നു, ചെറിയ സംഘടനകൾ. അപ്പം കൂടെയുള്ള മറ്റ് സംഘടനകൾക്കും മറ്റുമായിട്ട് ബാക്കിയുള്ള സീറ്റുകൾ വീതിച്ചു കൊടുക്കുകയും അവർക്ക് ജയിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക. പക്ഷേ നമ്മൾ ഈ 40-ൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ തന്ത്രം എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് സെന്ററുകൾ പോലെ ഇത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് മണ്ഡലങ്ങൾ, എ ക്ലാസ് മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിനോദ് ദാവ്ഡെ പോലുള്ളവർ ബീഹാറിലും ഇപ്പോൾ മുംബൈയിലും ഒക്കെ ഇലക്ഷൻ വിജയങ്ങൾ നേടിയ ആളിനെ ഇവിടെ പ്രഭാരിയാക്കുന്നു. പ്രഭാരി ഇപ്പോൾ മാറ്റിയല്ലോ, വിനോദ് ദാവ്ഡെ പ്രഭാരിയായിട്ട് വരുന്നു. ആ പ്രഭാരി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ നിതിൻ നബീൻ പിന്നെ കേന്ദ്രത്തിൽ അവരുടെ പ്രസിഡൻ്റായിട്ട് വരുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം കൂടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് വമ്പൻ വെടികൾ പൊട്ടിച്ചിട്ട് പോകും. ശബരിമല ഒരു ഫോക്കസ് ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ NDAക്ക് ഇപ്പോൾ മണ്ണ് അനുകൂലമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. അപ്പോൾ വേറൊന്നും കൂടി, ഇതൊരു ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ LDF ഉണ്ടാക്കുന്നത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത ജനങ്ങളോട് അല്ലേ? ഈ നിലപാട് എന്തുകൊണ്ട് ഈ നിലപാടെടുക്കുന്നു എന്ന് ജനങ്ങളോട് വളരെയേറെ സമയമെടുത്ത് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഈ ഗൃഹസമ്പർക്കത്തിലൊക്കെ തന്നെ സാധിക്കുന്നുണ്ടാകുമോ? ഇല്ല, അത് പൂർണ്ണമായിട്ട് അവർക്ക് സാധിക്കില്ല. കാരണം സന്ദർശനം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ട് നടത്താനേ അവർക്ക് കഴിയുള്ളൂ. കാരണം യഥാർത്ഥ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ LDFന് കഴിയില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ കഴിയുള്ളൂ. കാരണം അവർ നേതൃത്വത്തിലെങ്കിലും ഒഴിഞ്ഞു മാറുന്ന ഒരു ശൈലിയെങ്കിലും സ്വീകരിക്കണം എന്നുള്ളതാണ് അവരുടെ നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ല, അവരിപ്പോൾ നേരിടുന്ന ശബരിമല വിഷയങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ UDF ഉയർത്തുന്ന ഈ ആരോപണം, അതായത് LDFനും NDAക്കും ഒരേ ഭാഷ, ഒരേ ശൈലി, ഒരേ നിലപാട് എന്നുള്ള ആ വിഷയത്തിലും അവർക്ക് ഉത്തരം പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലെ കൊള്ള EDA അടക്കം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആരൊക്കെ അവിടെ കട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ അഴിക്കുള്ളിലാക്കും എന്ന് മോദി ഗ്യാരണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയാറില്ല സാധാരണ. അല്ല, അതിൽ മറ്റൊന്നുകൂടി ഒളിഞ്ഞിരിപ്പില്ലേ? ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇടത് മാത്രമല്ല, വലത് ഭരിച്ചപ്പോഴും കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. ED പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ED പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്വർണ്ണ കൊള്ളയേക്കാൾ സ്വർണ്ണ പാളി അല്ലെങ്കിൽ സ്വർണ്ണ പൂശിയ സ്ഥലങ്ങളൊക്കെ തന്നെ കൊള്ളയടിച്ചതിനപ്പുറത്തേക്ക് ഈ സംഭാവനകൾ, കാണിക്കകൾ കൊള്ളയടിച്ചതിൽ വലിയ രീതിയിലുള്ള നഷ്ടം ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ SIT തന്നെ അതിന് അതെ, SIT ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ തന്ത്രിയെ ഒരിക്കൽ കൂടെ ചോദ്യം ചെയ്യും. എന്നിട്ട് എവിടെയൊക്കെയാണോ ധനമാർഗങ്ങൾ ഇതിൽ നിന്ന് പോയിട്ടുള്ളത്, ധനം എവിടെയൊക്കെയാണ് നീങ്ങിയിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ കൂടെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ളവരിലേക്ക് ഇത് പോകും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ EDയെ ഇപ്പോൾ ഇരിക്കുന്നതും അതേ ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഇത് വളരെ ടൈറ്റായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അയ്യപ്പൻ വീണ്ടും മുഖ്യധാരയിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഇലക്ഷനിലും അയ്യപ്പൻ തന്നെയായിരിക്കും 2026-ൽ
പ്രധാനമായ ഒരു ഘടകം. ഓക്കെ, അതിന് യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ഒരു ചോദ്യം കൂടി, അതായത് നമ്മുടെ 2020 വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? 2020ക്ക് മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ വോട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയങ്ങൾ സമ്മാനിക്കാൻ ഉതകുന്ന ഒരു കൂട്ടുകെട്ടായിട്ടാണ് അങ്ങ് കരുതുന്നത്? അതൊരു വലിയ കൂട്ടുകെട്ട് തന്നെയാണ്. ഈ പോത്തിന് കടിയും മാറും കാക്കയ്ക്ക് കീടവും കിട്ടുമെന്ന് പറഞ്ഞ പോലെ രണ്ട് കൂട്ടർക്കും പ്രയോജനമുള്ളൊരു പരിപാടിയാണ്. BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ഈ ബിഷപ്പുമാർക്ക് പാതിരിമാർക്കൊക്കെ കേക്കുമായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഗുണം അടുത്ത ഇലക്ഷനിൽ കാണുമെന്നാണ്. പക്ഷെ അവരുദ്ദേശിച്ച ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്നതുകൊണ്ട് ഉടൻ തന്നെ അവരടുത്ത ഫോക്കസിലേക്ക് വന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും BJP ചെയ്തിട്ടുള്ളത് അവിടെ താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒന്നുകിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ഇവരുമായി ഒത്തുചേർന്നുകൊണ്ട് നിന്ന് ഇലക്ഷന് വർക്ക് ചെയ്യുകയും അങ്ങനെ ക്രിസ്ത്യാനികളുടെ വോട്ട് തങ്ങളുടെ കൂടെ സമാഹരിക്കാനാണ് അവർ പലയിടത്തും ശ്രമിച്ചിട്ടുള്ളത്. സാബു ജേക്കബ് എന്നുള്ളത് ഒരാൾ അല്ലെങ്കിൽ ഒരു നേതാവ് എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന വലിയൊരു പേര്, വലിയൊരു സ്വാധീനമുള്ള ആൾ, വികസനം നമ്മളെപ്പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ, അതോടൊപ്പം ക്രിസ്ത്യൻ സമുദായങ്ങൾ കൂടുതലുള്ള എറണാകുളം, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഇപ്പോൾ NDAക്ക് വളരെ കുറവ് വന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്ന സ്ഥലങ്ങൾ, അവിടെ ഈ 2020 വരുമ്പോൾ ഒരു വലിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്കൊന്ന് അത് ഈ നിഷ്പക്ഷർ, വികസനം ആഗ്രഹിക്കുന്ന യുവജനത, ആ തലമുറ, അവരെയൊക്കെ ആകർഷിക്കാൻ വലിയ ഒരു സ്റ്റെപ്പായിരിക്കും ഇതെന്ന് തോന്നുന്നു. കാരണം മോദിയുടെ വർത്തമാനത്തിൽ മൊത്തം അത് വന്നല്ലോ. വികസനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ ഒരു സ്റ്റാർട്ടപ്പ് നഗരമാക്കി മാറ്റും, കേരളത്തെ അത്തരത്തിലുള്ള വികസനത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ സ്വാനിധി എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ ഇവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ലോഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഗുണം സാധാരണക്കാരനായ തട്ടുകിടക്കാരനും സാധാരണക്കാരനായ സ്ട്രീറ്റ് വെൻഡേഴ്സിനും കിട്ടുന്നു. നിങ്ങൾക്ക് തരുന്ന കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ലാതെ തന്നെ പണം ലോണായിട്ട് കിട്ടുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നു. അതുപോലെ SC/STക്കാർക്ക്, പിന്നോക്കക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഇപ്പോൾ ബാങ്കിൽ ലോൺ അപേക്ഷിച്ചാൽ ഈട് ചോദിക്കും. അപ്പോൾ ഇനി വീടോ വസ്തുവോ പിന്നെ സ്വർണമോ ഒന്നും ഈട് നൽകേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഈട് നിൽക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾ വരുന്നു. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ 12 ലക്ഷത്തിൻ്റെ പിന്നെ നോ ടാക്സ് പിന്നെ വരുന്നതോടുകൂടി അവരുടെ വരുമാനത്തിൽ വലിയ ഗുണമുണ്ടാകും. അവരുടെ കിട്ടുന്ന പണം സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലും അവർക്ക് പേഴ്സണൽ ടാക്സുകൾ ഒഴിവായി കിട്ടും തുടങ്ങി അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന മുതൽ PM ശ്രീ വരെയുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാത്തത്, അല്ലെങ്കിൽ നേരെ നടപ്പിലാക്കാത്തത്, PM ശ്രീ ഒട്ടും ഇവിടെ നടപ്പിലാക്കാത്തത് എല്ലാം അദ്ദേഹം പരാമർശിച്ചു. എൻ്റെ എല്ലാം ഗുണം കൊടുക്കുന്നില്ല. അതുപോലെ 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇവിടെ ആർക്കും നടപ്പിലാക്കി കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുറകോട്ടാണ്. കേരളം 25 വർഷം വെറുതെ കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നൂറ്റാണ്ടിലെ 25 വർഷം. ഇതിനു മുമ്പ് നിങ്ങൾ കളഞ്ഞു. LDF UDF എടുത്ത് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവർ മാറി നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ സമയം കളഞ്ഞു. ഇപ്പോൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂഷ്യലായ 25 വർഷം നിങ്ങൾ കളഞ്ഞിരിക്കുകയാണ്. അടുത്ത 25 വർഷം 2026 മുതൽ 2047 വരെ വരുന്ന വികസിത് ഭാരതിൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു വികസിത കേരളവും കൂടെ വരുന്നതിന് നിങ്ങൾ NDAക്കൊപ്പം നിൽക്കണം, ഞങ്ങളൊപ്പം നിൽക്കണം. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് കൂടി ഉപയോഗിക്കാനാണ് ഇപ്പോൾ പിന്നെ 2020 കൂടെ ചേർത്തിരിക്കുന്നത്. അതായത് കേരളത്തിൽ മൈനോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 50% അടുപ്പിച്ചും മെജോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 50-51% നിൽക്കുന്നതാണ്. അപ്പം അതിൽ BJPക്ക് കിട്ടാവുന്ന വോട്ടുകളിൽ ഒരു വലിയ ഭാഗം പിടിച്ചു കഴിഞ്ഞു. ഒരു 5-10% കൂടെ മാക്സിമം ആയിരിക്കും അവർക്ക് പിടിക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ കിട്ടാനില്ല. കാരണം കോൺഗ്രസും കുറച്ച് വളരെയധികം LDFും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വരുന്ന വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളാണ്. 18%. അത് ഇനി ശ്രമിക്കുന്നത് 2020 ആയിരിക്കും, സാധാരണ പ്രവർത്തകരിലൂടെ ആയിരിക്കും. 2020ക്കും ഇത് വലിയ ഗുണമാണ്. കാരണം അവരെല്ലാ കാലത്തും ആദ്യകാലങ്ങളിൽ കോൺഗ്രസിൽ നിന്നാണ് അടി കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അടി കൊടുക്കാൻ തുടങ്ങി. ഒരു നേതാവ് തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് അടി തുടങ്ങി. ശ്രീനിജൻ്റെ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ചേർന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും ചേർന്നാണ് അവർക്ക്
തട്ടുകൊടുത്തുകൊണ്ടിരുന്ന ഒറ്റ മുന്നണിയായിട്ട്. രണ്ട് കൂട്ടരും 2020 അടി കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടത്. പാർലമെൻറ്റിലും ഇതുപോലെ തന്നെയായിരുന്നു. പാർലമെൻറ്റിലാണെങ്കിൽ ഇവർ കൊണ്ടുവന്നൊരു ഫ്ലെക്സ് വെച്ചാൽ അല്ലെങ്കിൽ ഹോർഡിംഗ് വെച്ചാൽ ആ നിമിഷം അത് അടിച്ച് തകർക്കുകയാണ്. ഒന്നുകിൽ LDF ആയിരിക്കും അല്ലെങ്കിൽ UDF ആയിരിക്കും, തകർക്കുമ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുമ്പോൾ 2020 പ്രവർത്തനം പിടിച്ചകത്തിടും. കാരണം നിങ്ങൾ എന്തോ കുഴപ്പം ചെയ്യുന്നുള്ള മട്ടിലാണ് പലപ്പോഴും അവർക്കെതിരെ കേസ് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം പൊറുതി മുട്ടിയപ്പോൾ തറയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അവിടെ BJP അവർക്കൊരു അവിടെ BJPയുടെ കരുത്ത്, മസിൽ പവർ എല്ലാം അവർക്കും കൂടെ ഷെയർ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാനും പറയാനും ഒരു ദേശീയ പാർട്ടി തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് 2020ക്കും ഗുണമാകും. ഇത് NDAക്ക് ഗുണമാകുന്നത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നീ പ്രദേശത്ത് തൃശ്ശൂരും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ 3 ജില്ലകളിൽ വളരെ വലിയ തോതിൽ അവർക്ക് ഗുണം ചെയ്യും. 2020ക്കും ഗുണം ചെയ്യും, അതുപോലെ തന്നെ BJPക്കും ഗുണം ചെയ്യും. 2020ക്ക് 2-3 സീറ്റുകൾ പിന്നെ കോതമംഗലത്തായാലും പെരുമ്പാവൂരായാലും ഒക്കെ അവർക്ക് നോക്കാം. എറണാകുളത്ത് ഒക്കെ അവർക്ക് കുറച്ചുകൂടെ ബേസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ വരുമ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ എറണാകുളത്താണ് 2020യുടെ ശക്തി ഉള്ളത്, കൂടുതലുള്ളത്. അവിടെയാണ് UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം. അവിടെ വരുമ്പോൾ എന്തായാലും അതൊരു വെല്ലുവിളി തന്നെ ആയിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇത് കേരളത്തിൽ മൊത്തത്തിലും ഒരു ഇക്വേഷൻ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ച് നേടാനായിട്ട് ഈ വിധത്തിലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ 40 മണ്ഡലങ്ങളിൽ ഒരു ബൂസ്റ്റ് NDAക്ക് കൊടുക്കാൻ സാധിക്കും. അതും 2020 പിടിക്കുന്ന വോട്ടുകളും കൂടെ വരുമ്പോൾ ഒരുപക്ഷെ 2026 സർക്കാർ ആര് വേണമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു സേ NDAക്ക് കിട്ടിയേക്കാം. തീർച്ചയായിട്ടും അതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം വലിയ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ചർച്ചയിൽ. ഒന്ന്, വികസനത്തിന് ഒപ്പം നിൽക്കും കേന്ദ്രം കേരളത്തോട് എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹം. അതിനൊപ്പം തന്നെ അഴിമതി കാണിച്ചവരെ അഴിക്കുള്ളിലാക്കുമെന്ന ഗ്യാരണ്ടിയും പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്. കൂടാതെ പുതിയ ബാന്ധവത്തിന് തുടക്കം കുറിക്കുന്ന BJPക്ക് അത് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മറ്റൊരു വഴി കൂടിയാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം. അതായത് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്കിടയിലേക്ക് അവർക്ക് മറ്റൊരു സോഴ്സ് കൂടി കിട്ടിയിരിക്കുന്നു സാബു ജേക്കബിലൂടെ എന്നാണ്. അതിനോടൊപ്പം തന്നെ വികസനം സ്വപ്നം കാണുന്ന, വികസനത്തിന് വേണ്ടി വാദിക്കുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു പ്രതീക്ഷ നൽകുന്ന തീരുമാനം കൂടിയായിരിക്കും. നിഷ്പക്ഷരായുള്ളവർക്കും അത് കൂടുതൽ സ്വീകാര്യമായ ഒരു തീരുമാനം കൂടിയായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടതാണ്, ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും അഴിമതിക്കാരും അടിച്ചോടിക്കുന്ന തരത്തിലാണ് സാബു ജേക്കബ് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയതും അവിടെ സംരംഭത്തിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചതും. അന്ന് അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു നിക്കക്കള്ളിയും ഇല്ലാതെ ഇവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു എന്ന തരത്തിലേക്ക് വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും അങ്ങനെയുള്ള വാർത്തകൾ കണ്ട് മനസ്സ് മടുത്തവർ, രാഷ്ട്രീയ നേതാക്കളെ ശപിച്ചവർ സംശയം വേണ്ട സാബു ജേക്കബിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത് വലിയ രീതിയിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു, വാക്കുകൾ തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ പറഞ്ഞത്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും അദ്ദേഹം വരും, ഇനിയും കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയെന്നും നമുക്ക് വ്യക്തമാവുകയും ചെയ്തിരിക്കുകയാണ്. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.